വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസ് ആണ് മക്കളെ. നമ്മുടെ എക്സാം ഒക്കെ അടുത്തെത്തി അല്ലേ? സോ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്ന നമ്മൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. റൈറ്റ് ദ ഓപ്പോസിറ്റ്സ് ഫോർ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എതിർപദങ്ങൾ. എതിർപദങ്ങൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത് എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും മക്കളി? സ്മോൾ ആയിരിക്കും അല്ലെ. SMALL സ്മോൾ ആയിരിക്കും. അപ്പൊ ഒരെണ്ണം മിസ് ആൻസർ ചെയ്തു. ഇതുപോലെ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്ക്. വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്ത് ആകെ വെറ്റായിട്ടിരിക്കുകയാണ് അല്ലെ, ആകെ നനഞ്ഞു പോയി എന്നാണ് വെറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ എതിർപ്പത് എന്തായിരിക്കും? നനയാണ്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുക എന്നാണ് നമ്മൾ പറയുക അല്ലെ. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? DRY ഡ്രൈ. അടുത്ത വേർഡ് നോക്കിക്കേ. NEAR നിയർ. നിയർ എന്ന് പറഞ്ഞാൽ അരികിൽ എന്നാണ് അല്ലേ. അപ്പോ അതിന്റെ എതിർപ്പദം എന്താ? അങ്ങ് അകലെന്ന് ആയിരിക്കില്ലേ, ദൂരെ എന്നായിരിക്കില്ലേ. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? FER ഫാർ എന്നാണ് അല്ലേ. സോ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വാക്കുകളാണ് ഇതൊക്കെ. ഇനി സോ ബിഗ്, സ്മോൾ, വെറ്റ്, ഡ്രൈ, നിയർ, ഫാർ. അടുത്തൊരെണ്ണം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. The answer a tiny dash. ആൻഡ് നമ്മുടെ ഉറുമ്പ് കുഞ്ഞെന്തോ കണ്ടു അല്ലെ, ഒരു ചെറിയ എന്തോ സാധനം കണ്ടു. എന്തായിരുന്നു നമ്മുടെ കുഞ്ഞൻ ഉറുമ്പ് കണ്ടത്? അറിയുന്ന മക്കളൊന്ന് കമന്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞേ. ദ ആൻസർ എ ടൈനി ഡാഷ്. യെസ്, മഷ്റൂം ആണ് അല്ലെ, കൂണായിരുന്നു. ഓക്കെ, സോ മഷ്റൂം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ മഷ്റൂം വാസ് ഡാഷ് ഇൻ കളർ വിത്ത് ഡാഷ് സ്പോട്ട്. ആ മഷ്റൂം എങ്ങനെയുള്ളതായിരുന്നു? ഏത് നിറത്തിലുള്ള മഷ്റൂം ആയിരുന്നു നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചത്? നല്ല റെഡ് കളറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ മഷ്റൂം വാസ് റെഡ് ഇൻ കളർ വിത്ത് ഡാഷ് സ്പോട്ട്. ആ റെഡ് കളർ മഷ്റൂമില് ഏത് നിറത്തിലുള്ള പുള്ളികളായിരുന്നു മക്കളി? മഞ്ഞ നിറത്തിലുള്ള പുള്ളികളായിരുന്നില്ലേ? എങ്ങനെയാ പറയാ? യെല്ലോ സ്പോട്ട് അല്ലെ. ദ മഷ്റൂം വാസ് റെഡ് ഇൻ കളർ വിത്ത് യെല്ലോ സ്പോട്ട് എന്നാണ്. അടുത്ത നോക്കാം. ദ ബട്ടർഫ്ലൈ കുഡ് നോട്ട് ഫ്ലൈ ബിക്കോസ് ഹെർ ഡാഷ് വെർ വെറ്റ്. ബട്ടർഫ്ലൈക്ക് പറക്കാൻ പറ്റിയില്ല, കാരണം ബട്ടർഫ്ലൈയുടെ പറക്കാൻ ഉപയോഗിക്കുന്ന എന്ത് ഓർഗനാണ് പറക്കാൻ ഉപയോഗിക്കുന്നത്? നനഞ്ഞു പോയല്ലേ. എന്താണത്? വിങ്സ് ആണ് അല്ലെ. ചിറകുകൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? വിങ്സ് എന്നാണ് പറയാ. ദ ബട്ടർഫ്ലൈ കുഡ് നോട്ട് ഫ്ലൈ ബിക്കോസ് ഹെർ വിങ്സ് വെർ വെറ്റ്. അടുത്ത നോക്കാം. ദ റാബിറ്റ് വാസ് അഫ്രേഡ് ഓഫ് ദ ഡാഷ്. നമ്മുടെ റാബിറ്റ് ആരെയോ പേടിച്ചോടുമായിരുന്നു അല്ലെ. അത് ആരെയാണ്? ദ റാബിറ്റ് വാസ് അഫ്രേഡ് ഓഫ് ദ ഫോക്സ്. ഓക്കെ, ഫോക്സിനെ ആയിരുന്നു. ഏറ്റവും അവസാനത്തെ ചോദ്യം. ഡ്യൂറിങ് റെയിൻ മഷ്റൂം ബിക്കം ഡാഷ്. മഴക്കാലത്ത് മഷ്റൂം എങ്ങനെയാകും? ഒത്തിരി മഴ പെയ്യുമ്പോ മഷ്റൂം ചെറുതാവോ വലുതാവോ? അതിന്റെ ആൻസർ എന്റെ മക്കൾ അറിയുന്നവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.